ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് വെയിറ്റ് ലോസുകാർക്കോ അതല്ല ഷുഗർ ഉള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ വളരെ ലൈറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാതെ ഇത് ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഡിഷിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളിതാ സാദാ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മദ്യമായെങ്കിൽ ഇതാ ഈ മസാല ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സാദാ ഇഡ്ഡലി പോലെയെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചു. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നെയ്യിലേക്ക് കടുക് പൊട്ടിച്ചു. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണോളം നമ്മളുടെ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. അത് കഴിഞ്ഞാൽ നമുക്കത് 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലധികം മസാലകളൊന്നുമില്ല. നല്ല ഫ്ലേവർഫുള്ളാണ്, നല്ല ടേസ്റ്റിയുമാണ് ഇന്നത്തെ റെസിപ്പി. അതിലേക്ക് ഒരു 1/4 കപ്പോളം ഉള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു 2-3 പച്ചമുളകും. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പച്ചമുളക് ഓപ്ഷനിലാണ്, പച്ചമുളക് ഇടണമെന്നില്ല. നമ്മൾ വലിയ ആൾക്കാരൊക്കെ കഴിക്കുകയാണെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഫ്ലേവർ നല്ലതാണല്ലോ. അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ഒനിയനൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം ബീൻസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കേണ്ട, അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ നന്നായി വരിക. ഇനി ഇതിലെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ബീൻസും നമ്മുടെ ക്യാരറ്റും എല്ലാം തന്നെ വെന്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു എരിവിനായിട്ട് ഞാനൊരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഒന്നും ഇത്ര വേണ്ട, എരിവൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്കത് കുറയ്ക്കാം. കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് ഈ എരിവൊക്കെ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ഓട്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ഓട്സിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോവാനാണ് അത്. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഒരു 5 മിനിറ്റ് നമ്മൾ ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ 1/2 കപ്പ് നമ്മുടെ റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവ എന്ന് പറഞ്ഞ് കിട്ടുന്ന റവ തന്നെയാണ്, ഞാൻ സെപ്പറേറ്റായി വറുത്തിട്ടൊന്നുമില്ല. അതിലേക്ക് നമ്മുടെ ഈ ഓട്സിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓട്സ് റവ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിപ്പോഴല്ല, പിന്നെ ഇടാണമെങ്കിലും ചെയ്യാം നമുക്ക്. 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓട്സ് 1/2 കപ്പ്, 1/2 കപ്പ് റവ, അതിൽ കൂടാതെ 1/2 കപ്പാണ് നമ്മുടെ തൈരും ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം വേണ്ടി വന്നു ഇതെല്ലാം കൂടിയിട്ട്. 1/2 കപ്പ് കുറച്ചായിട്ട് അത് മിക്സ് ചെയ്തത്. ഒരുപാട് ലൂസി ആയിട്ട് വെക്കരുത്, കുറച്ച് എല്ലാവിടെയും ആവുന്ന രീതിയിൽ മാത്രം വെക്കുക. എന്നിട്ടിതാ ഇതാണ് ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. റവയും നമ്മുടെ ഓട്സൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ, ഇപ്പോഴത്തെ വെള്ളമൊന്നും ഇല്ല ഇതിങ്ങനെ തന്നെ വെക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം. ഒരു 1/4 കപ്പ്, ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം എഗെയിൻ ആഡ് ചെയ്യണമായിരുന്നു. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനുള്ള അനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഈനോൻ്റെ ഫ്രൂട്ട് സോൾട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇടുകയാണെങ്കിൽ ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരു 2 പിഞ്ച് ഒക്കെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈനോ സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തി കൊടുക്കുക. അപ്പോഴേ അത് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, ഒരുപാട് ലൂസ് ആവേണ്ട, ആ പൊട്ടൽ വരും. ഞാൻ ഇന്നിവിടെ ഒരു മിനി ഇഡ്ലിയുടെ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ കഴിക്കണമെങ്കിൽ നല്ലൊരു രസം ഉണ്ടാവും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സാമ്പാർ ഇഡ്ഡലി ആയിട്ടൊക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഇതിൽ വെജിറ്റബിളൊന്നും ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് വെറും ഈ ക്വാണ്ടിറ്റിയിൽ, അതായത് 1/2 കപ്പ് റവയും 1/2 കപ്പ് ഓട്സും ഇതും കൂടി ചേർത്തിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിത് കുറേ കൂടി ഹെൽത്തിയും ടേസ്റ്റിയും നല്ലൊരു ഫ്ലേവറും മണമൊക്കെ വരാനാണ് ഇഞ്ചി എല്ലാ സാധനങ്ങളും ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇന്നൊരു മിനി ഇഡ്ഡലി കഴിക്കാനുള്ളൊരു ഫീലിലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ മിനി ഇഡ്ഡലി ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഇഡ്ഡലി പാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 5 മുതൽ ഒരു 8 മിനിറ്റ് വരെ നമുക്കിതിനെ വേവിച്ചാൽ മതി. വെള്ളം ഒന്ന് തിളച്ചപ്പോൾ അതിലേക്ക് വെച്ച് സ്റ്റീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഫോർക്ക് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടുന്നൊന്നുമില്ല. അപ്പം നമുക്കത് എടുക്കാം. ആ ഇഞ്ചിരി മല്ലിടയിലൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് സെറ്റായതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കണ്ടോ ഒരു ഒട്ടലോ ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് ബാക്കി ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കാം. ഇതേമാതിരി ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാം. അതല്ല ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനോ അതല്ലാതെ ആർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സൊക്കെ വെറുതെ നമ്മൾ പാലിലൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇത് ചട്ടിൻ്റെ കൂടെ കഴിക്കാം. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ കൂടെ ഒന്നും വേണമെന്ന് തോന്നിയില്ല കേട്ടോ. അത് പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഓട്സ് റവ ഇഡ്ഡലി സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിതിനെ ഒന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആണോ, ഉള്ളിൽ വെന്തിട്ടുണ്ടോ, ഫ്ലഫി ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിതാ ഒരെണ്ണത്തിന് എടുത്തൊന്ന് നോക്കാം. ഇത് കണ്ടോ ഒട്ടലൊന്നും ഇല്ല, നമ്മുടെ സാധാ ഇഡ്ഡലിമാതിരി തന്നെയാണ്. എന്നാൽ ആ തൈര് ഒഴിച്ചുകൊണ്ട് അങ്ങനെ ഓവറായിട്ട് പുളി ഉണ്ട് എന്നൊന്നും വിചാരിക്കരുത്. അതിന് പുളിയൊന്നുമില്ല. നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമല്ലോ. ബൈ ബൈ. താങ്ക് യു.